ഹലോ, ഞങ്ങൾ എറണാകുളം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. എങ്ങോട്ടാണ് പോണേന്നല്ലേ? ഗോയിങ് ടു ദുബായ്. എല്ലാവരും ദുബായ് ഒരുപാട് പ്രാവശ്യം കണ്ടവരായിരിക്കും, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ദുബായിലേക്ക് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്. നമ്മൾ ഭൂമിക എന്ന് പറയുന്ന ഒരു ട്രാവൽ പ്ലാനേഴ്സ്, അവരുടെ കൂടെയാണ് നമ്മൾ ഈ ട്രാവൽ പോകുന്നത്. ഭയങ്കര നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അവരെല്ലാം അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ എയർപോർട്ടിലെത്തിയാൽ മാത്രം മതി സമയത്തിന്. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഭൂമികയുടെ ബോർഡിങ്ങിനായി എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റുള്ള യാത്രക്കാർ ദയവായി സീറ്റിൽ തന്നെ തുടരുക. ബോർഡിംഗ് പാസ്, തുറന്നിരിക്കുന്ന പാസ്പോർട്ട് എന്നിവ പരിശോധനയ്ക്ക് തയ്യാറാക്കി വയ്ക്കുക. എന്നാൽ നിങ്ങൾക്ക് ശുഭയാത്ര നേരുന്നു. ഫ്രഷായി എന്നിട്ടിപ്പോൾ ദുബായ് ഫ്രെയിം കാണാൻ വന്നിരിക്കുകയാണ്. ഇത് ശരിക്കും ദുബായിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. ഒരു സൈഡിൽ ന്യൂ ദുബായ്, മറ്റൊരു സൈഡിൽ ഓൾഡ് ദുബായ്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയ ഒരു സ്ഥലമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഫോട്ടോ ഫ്രെയിം എന്ന് പറയുന്നത് ഈ സ്ഥലമാണ്. ഇനി ഇതിൻ്റെ മേളിലൊരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട്. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഒറ്റ ഫ്രെയിമിൽ ദുബായ്, ഓൾഡ് ദുബായ് ഒറ്റ ഫ്രെയിമിലും ന്യൂ ദുബായ് ഒറ്റ ഫ്രെയിമിലും കാണാൻ പറ്റും. ഇതിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ.
Something inside? Put the necklace. Now I will show you after 2 minutes. Necklace turn to back, palm. Snake will be there. Snake no. Same necklace there. Don't take it outside. People are scared. Don't scare me also. Yes. Madam, you can take it outside. What? Palm? Palm വേണ്ട പാമ്പ് ഇല്ല പാമ്പ് ഇല്ല പാമ്പ് എവിടെ പാമ്പ് ഇല്ല പാമ്പ് വേണ്ട പാമ്പ് ഇല്ല പാമ്പ് ഇല്ല Madam, take this outside. Madam, take this outside. Madam, look. What is this there? Now take it outside. Why are you scared? Thank you for your mobile phone, ma'am. Please. And see, ladies and gentlemen, this is no snake. This is normal necklace. Up and do, please. To that side. Thank you so much. Please hold it. Oh. Madam, trust me. Hold it. Very no problem. See, madam, why are you scared? She's there. Good, sir. Just why are you scared? Please. Please hold it, ma'am. Madam, very. Don't worry. Trust me. Trust me, madam. Madam, everybody clap for her. She's doing well. Madam, please, very. Don't worry. Trust me. Madam, please. Just kidding, because no, right now this is necklace. പരിപാടിയായിരുന്നു. നല്ല ഫുഡായിരുന്നു നല്ല പരിപാടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നല്ല ഫുഡായിരുന്നു. പിന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ പ്രായം മറന്ന് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര വൈബായിരുന്നു. ഹലോ, ഇന്ന് നമ്മുടെ ദുബായ് ടൂറിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ദുബായ് മോൾ അതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കണം. അതിൻ്റെ ഒരു എൻട്രൻസ് പോയിൻ്റാണിത്. ഇവിടുന്ന് നമ്മൾ ദുബായ് മോൾ കണ്ടിട്ട് ഇപ്പോൾ ഷോപ്പിംഗ് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിട്ട് ബുർജ് ഖലീഫ, അതാണ് ഉച്ച വരെയുള്ള നമ്മളുടെ പ്ലാൻ. അത് കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ ദുബായ് അക്വേറിയം കാണുന്നുണ്ട്. പിന്നെ ഇപ്പോഴും രാജഭരണം നിലനിൽക്കുന്ന ഒരു കൺട്രിയാണ് ഇത്. 7 സ്റ്റേറ്റ് ചേർന്നതാണ് UAE. അതിൽ 6 രാജകുടുംബങ്ങൾ ചേർന്നാണ് ഈ രാജ്യം ഭരിക്കുന്നത്. നമുക്കിവിടെ പ്രധാനമായിട്ടും നോട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് ലോക റെക്കോർഡുകൾ കിട്ടിയ ഒരു കൺട്രിയാണ് ദുബായ്. ഈ ബുർജ് ഖലീഫയ്ക്ക് മാത്രമായിട്ട് 9 വേൾഡ് റെക്കോർഡുകളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് തരാം. നമ്മൾ ബുർജ് ഖലീഫയുടെ അകത്തേക്ക് പോകാനുള്ളൊരു ലോഞ്ചിലാണിപ്പോൾ. ഇത് 165 ഫ്ലോറുള്ള ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിങ്ങാണ്. 165 ഫ്ലോർ എന്ന് പറയുമ്പോൾ 163 ഫ്ലോറും പിന്നെ 2 അണ്ടർഗ്രൗണ്ട് ഫ്ലോറുമാണുള്ളത്. അതിൽ 125ാമത്തെ ഫ്ലോർ വരെയാണ് ആക്സസബിൾ ആയിട്ടുള്ളത്. കാരണം അവിടെയാണ് ഒബ്സർവേഷൻ ഡെസ്ക് എത്തുന്നത്. അത് കഴിഞ്ഞുള്ളത് നമ്മൾ കയറുന്നില്ല. കയറാൻ അത് ആക്സസബിൾ ആയിട്ടുള്ളതല്ല, അത് വേറെ പേഴ്സണൽ ഫ്ലോസാണ്. അപ്പോൾ
124ാമത്തെ ഫ്ലോറിൽ നമ്മൾ ഇറങ്ങിയിട്ട് 25ലേക്ക് സ്റ്റെയർ കയറി അതിങ്ങനെ കണ്ട് പോവാം എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ ഒരു വലിയ ലോഞ്ചാണ് അവിടേക്ക് പോകാനുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ഈ 125 ഫ്ലോറും ലിഫ്റ്റ് കയറുന്നത് 58 സെക്കൻഡുകൾ കൊണ്ടാണ്. അപ്പോൾ അതൊരു ഭയങ്കര വിസ്മയം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ലിഫ്റ്റ് യാത്രയും എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ഒരു ലിഫ്റ്റിൽ അറ്റ് എ ടൈം 20 പേർക്ക് കയറാൻ പറ്റും. അപ്പോൾ സൂപ്പർ ഫാസ്റ്റായിട്ട് പോകുന്ന ലിഫ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ 124ാമത്തെ നിലയിലെത്തി നിൽക്കുകയാണ്. ഭയങ്കര രസമുണ്ട് താഴോട്ട് കാണാൻ. എന്താ അല്ലേ, മനുഷ്യനുണ്ടാക്കിയൊരു അത്ഭുതം. അക്വേറിയം കാണാൻ പോകുന്നത് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ ആണ്. അതായത് ഇതൊരു അക്വേറിയത്തിൻ്റെ എക്സ്പീരിയൻസും കിട്ടും, ടണൽ എക്സ്പീരിയൻസും കിട്ടും. പിന്നെ 140ഓളം സീ ആനിമൽസ് ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിലൊരു സീ ആനിമൽ ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഇതൊരു സസ്പെൻഡഡ് അക്വേറിയമാണ്. അത് ആദ്യത്തേതാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു മോള് മാനേജ് ചെയ്യുന്ന ഒരു അക്വേറിയം. ആദ്യത്തേന്നല്ല, ലോകത്തെ ഏറ്റവും വലിയ സസ്പെൻഡഡ് അക്വേറിയമാണ് ഇത്. അതുപോലെ 10 മില്യൺ വാട്ടർ കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. പിന്നെ വാട്ടർ ആണെങ്കിലും കംപ്ലീറ്റ്ലി പ്യുവർ സീ വാട്ടറാണ്. അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും എല്ലാം കടലിൽ എന്താണോ ഉള്ളത് അത് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ റേറ്റ്, ഈ അക്വേറിയത്തിലൊക്കെ കയറുന്നതിൻ്റെ റേറ്റ് ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അത് കാണിക്കും. പക്ഷെ നമ്മൾ ഗ്രൂപ്പായിരിക്കും. ഞങ്ങൾ ഭൂമികയുടെ കൂടെയാണ് വന്നിരിക്കുന്നത്. ഭൂമികയുടെ കൂടെ വരുമ്പോൾ നമ്മളിതൊന്നും അറിയാണ്ട് ഇനി വന്നാൽ